നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളിൽ ഓസ്ട്രേലിയ സഹകരിക്കുന്നില്ലെന്ന് കടുത്ത ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീടുകെട്ടത്. വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഓസ്ട്രേലിയക്കെതിരെ അതിർത്തി പരസ്യമാക്കിയത്. ഇറാൻ ഉപരോധവുമായി ബന്ധപ്പെട്ട സുപ്രധാന കപ്പൽ ചാലായ ഹോർമുസിൽ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഓസ്ട്രേലിയ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും ഈ നിലപാടെടുത്താൽ ഒട്ടും സന്തുഷ്ടനല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഓസ്ട്രേലിയൻ പ്രതിരോധ ബജറ്റ് GDPയുടെ 3% വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ട്രംപ് ഒഴിഞ്ഞു മാറി. അമേരിക്ക ആവശ്യപ്പെട്ട 3.5% എന്ന ലക്ഷ്യത്തിലേക്ക് ഓസ്ട്രേലിയ എത്തിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ട്രംപിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രംഗത്തെത്തി. അമേരിക്കയിൽ നിന്ന് പുതിയ അഭ്യർത്ഥനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് സഖ്യകക്ഷികളായ ജപ്പാൻ, ദക്ഷിണ കൊറിയ, നാറ്റോ എന്നിവരോടൊപ്പം ഓസ്ട്രേലിയയും ട്രംപ് പരസ്യമായി വിമർശിക്കുന്നത്. ജീലോങ് എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ വൻ തീപിടുത്തത്തിന് പിന്നാലെ രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വ്യക്തമാക്കി. മലേഷ്യ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്നലെ രാവിലെ ജീലോങ് പ്ലാന്റിലെത്തിയ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അപകടത്തെ തുടർന്ന് പ്ലാന്റിലെ ഉത്പാദനത്തിൽ ഭാഗികമായി കുറവുണ്ടായിട്ടുണ്ട്. നിലവിൽ ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ ഉത്പാദനം 80% നടക്കുന്നുണ്ട്. എന്നാൽ പെട്രോൾ ഉത്പാദനം 60% കുറഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ് പ്ലാന്റ് അധികൃതർ നൽകുന്ന ഉറപ്പെന്ന് പ്രധാനമന്ത്രി. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് അബൌട്ട് എ പ്യുവർ ആയുർവേദിക് ഓയിൽ കോൾഡ് രുദ്രകാന്തി ഓയിൽ. ദിവസവും രാവിലെ ഓയിൽ തേക്കുന്നുണ്ട്. ഗ്ലോ കിട്ടും, നമുക്കൊരു റിജുവിനേറ്റിംഗ് ഫീൽ ഉണ്ടാവും. ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നു. നല്ല ഡിഫറൻസ് എനിക്കുണ്ട്. 4 ദിവസം കൊണ്ട് അത് മാറി. അതില്ല ഇപ്പൊ എനിക്ക്. ആന്റി ഇതെന്താ ഉപയോഗിച്ചത്? ആന്റിയുടെ ഫേസിന് ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അത്ര ഒരു ഗംഭീരമായിട്ടോ ഇതൊരു പാവൻ ഡോക്ടർ ഉണ്ടാക്കുന്നത്, ഡോക്ടർ ലക്ഷ്മി. ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഊർജ്ജ സുരക്ഷാ വിഷയത്തിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഓസ്ട്രേലിയയും മലേഷ്യയും. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ച കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ തുടർച്ചയായാണ് ഈ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. മേഖലയുടെ സാമ്പത്തിക ഭദ്രത, സുരക്ഷ, സമാധാനം എന്നിവ ഉറപ്പാക്കുന്നതിലും നിയമാധിഷ്ഠിതമായ തുറന്ന വ്യാപാര നയങ്ങളിലും ഇരു രാജ്യങ്ങൾക്കും ഒരേ കാഴ്ചപ്പാടാണ് ഉള്ളതെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോളതലത്തിൽ വിതരണ ശൃംഖലകളിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ രാജ്യത്തെ കർഷകർക്ക് ആശ്വാസമായി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം. കാർഷിക ആവശ്യങ്ങൾക്കുള്ള 2.5 ലക്ഷം ടൺ അധിക യൂറിയ ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനമായി. ഓസ്ട്രേലിയൻ കമ്പനിയായ ഇൻസിടെക് പിവറ്റ് ഫെർട്ടിലൈസേഴ്സും ഇന്തോനേഷ്യൻ കമ്പനിയായ PT Pupuk ഇന്തോനേഷ്യയും തമ്മിലാണ് ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളുടെയും സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ വാണിജ്യ കരാർ യാഥാർത്ഥ്യമായത്. എവിടെ വരുന്നതും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിനായാലും ബ്രാഞ്ചൊക്കെ ആയാലും സർക്കാരിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിന് വൻ തിരിച്ചടിയായി വിവാദമായ പ്രതിഷേധ വിരുദ്ധ നിയമം ഹൈക്കോടതി റദ്ദാക്കി. ബോണ്ടായി ബീച്ച് ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രതിഷേധ പ്രകടനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിന് പ്രത്യേക അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്താനുള്ള ഭരണഘടനാപരമായ അവകാശത്തെ ഈ നിയമം ഹനിക്കുന്നു എന്ന് കണ്ടെത്തിയാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. ബ്ലാക്ക് കോക്കസ്, പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് നിർണായക വിധി പ്രസ്താവിച്ചത്. ഭീകരാക്രമണങ്ങൾക്ക് ശേഷം നിശ്ചിത പ്രദേശങ്ങളിൽ 3 മാസം വരെ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് വിലക്കേർപ്പെടുത്താൻ പോലീസിനെ അനുവദിക്കുന്നതായിരുന്നു ഈ നിയമം. അനധികൃതമായി നിരോധിത സ്പോർട്സ് മരുന്നുകളും മറ്റ് ഉത്തേജക മരുന്നുകളും കടത്തുന്ന സംഘത്തെ പിടികൂടി. ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സും തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേറ്ററും വിക്ടോറിയ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 2 ദശലക്ഷം ഡോളറിലധികം വിലമതിക്കുന്ന അനധികൃത സ്റ്റിറോയിഡുകളും പെപ്റ്റൈഡുകളും കണ്ടെത്തിയത്. സംഭവത്തിൽ വിക്ടോറിയയിൽ നിന്നുള്ള 2 പുരുഷന്മാരും 1 സ്ത്രീയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 8 മാസം നീണ്ടുനിന്ന രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് വലിയൊരു മരുന്ന് മാഫിയ അന്വേഷണ ഏജൻസികൾ കുടുക്കിയത്.
Exquisite jewelry, exclusive offers. When celebrations glow and traditions shine. Malabar Gold and Diamonds दे रहे हैं आपकी खरीदारी पर एक खास ऑफर. Now is the time to shop. ന്യൂ സൗത്ത് വെയിൽസിലെ സദേൺ ഹൈലാൻഡ്സിൽ ലഘുവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ പൈലറ്റിന് ഗുരുതര പരിക്ക്. ഇന്നലെ രാവിലെ 7:45 സിഡ്നിയിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയുള്ള പെർമയിലെ മെട്ടെ റോഡിലുള്ള പാടത്താണ് വിമാനം തകർന്നിട്ടത്. അപകട സമയത്ത് ഹോർണറ്റ്സ് ടോൾ എന്ന ലഘുവിമാനത്തിൽ പൈലറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തകർന്ന വിമാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന 50 വയസ്സ് പ്രായം തോന്നുന്ന പൈലറ്റിനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെത്തിക്കാൻ സാധിച്ചത്. ഇടുപ്പിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം എയർലിഫ്റ്റ് വഴി ലിവർപൂൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൈലറ്റിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. മെൽബണിലെ മൊനാഷ് ഫ്രീവേയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സ്റ്റഡ് റോഡ് ഓഫ് റാമ്പിന് സമീപം 5 കാറുകൾ കൂട്ടിയിടിച്ചായിരുന്നു വലിയ അപകടം നടന്നത്. ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ റോയൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇന്നലെ മരണത്തിന് കീഴടങ്ങിയതായി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിക്കൊപ്പം കാറിലുണ്ടായിരുന്ന സൺബൺ സ്വദേശിയായ 46 വയസ്സുകാരിയും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. Thinking of buying property? Watch this. On May 2nd at Bunjil Place, Nar Warren, Victoria, builders, real estate agents, banks, finance specialists and legal experts, all available to guide you in person. Free advice, bank guidance, gift vouchers. This event could save you thousands. Entry free. Register now. Link below. വാൽക്കോടയിലുണ്ടായ വാഹനാപകടത്തിൽ 9 മലയാളികൾക്ക് ദാരുണാന്ത്യം. മിനി വാൻ മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റപ്പെട്ട നില ഗുരുതരമാണ്. ഇവരെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. 13 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് വിവരം. മരിച്ചവരിൽ കുട്ടികളുമുണ്ട്. പാറമണി LP സ്കൂളിലെ അധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. IPL ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 5 വിക്കറ്റിന് തകർത്ത ഗുജറാത്ത് ടൈറ്റൻസ്. കൊൽക്കത്ത ഉയർത്തിയ 181 റൺസ് വിജയ ലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ 2 പന്തുകൾ ബാക്കി നിൽക്കെ ഗുജറാത്ത് മറികടന്നു. 86 റൺസ് നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഇന്നിംഗ്സാണ് ഗുജറാത്തിനെ വിജയത്തിലേക്ക് നയിച്ചത്. 50 പന്തിൽ 4 സിക്സറും 8 ഫോറുകളും അടക്കമാണ് 86 റൺസ് നേടിയത്. സായി സുദർശൻ 22 റൺസും ജോസ് ബട്ട്ലർ 25 റൺസും നേടി. കൊൽക്കത്തയ്ക്കായി വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.